കഴിഞ്ഞ 3 വർഷമായി നാറ്റ എൻട്രൻസ് എക്സാമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാൽ കല്യാണത്തിൽ ജഗതിയുടെ ഒരു അവസ്ഥയായിരുന്നു. അതായത് വളരെ വ്യത്യസ്തമായിട്ട് ഡ്രോയിങ് ഒന്നും ഇല്ലാതെ സെപ്റ്റ് അല്ലെങ്കിൽ CET പോലത്തെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആർക്കിടെക്ചർ പഠിക്കണമോ പഠിക്കണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു എക്സാം ആയിരുന്നു നാറ്റ. അവിടെ നിന്നെല്ലാം നാറ്റയെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു രക്ഷകനായിട്ട് മിസ്റ്റർ പ്രൊഫസർ ആർക്കിടെക്ട് അഭയ് പുരോഹിത് വന്നിരിക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് ഒബ്വിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് പ്രസിഡന്റ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറാണ് ആർക്കിടെക്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഡിസൈൻ ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ എക്സാംസ് ആണ് മെയിനായിട്ടുള്ളത്. അതിൽ നാറ്റ എന്ന് പറയുന്ന എക്സാമിനെ വളരെ അധികം ഡ്രോയിങ്ങിനോട് അല്ലെങ്കിൽ ഡിസൈനിനോട് റിലേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് റീസ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ വർഷം മുതൽ. ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ആർക്കിടെക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫസേഴ്സായിട്ടൊക്കെ ഒരുപാട് ചർച്ചകളും സർവേകളൊക്കെ നടത്തിയിട്ട് അടിമുടി മാറ്റിയിട്ടാണ് നാറ്റ 2024 റീപാക്കേജ് ചെയ്തിട്ട് സാറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിഫാക്ടോ അതോറിറ്റിയാണ്. അതായത് സിലബസ് അല്ലെങ്കിൽ കോളേജസ് എവിടെയൊക്കെ ആർക്കിടെക്ചർ പഠിപ്പിക്കണം ഇന്ത്യയിൽ, അല്ലെങ്കിൽ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടാത്തത്, ഈവൻ ലൈസൻസിങ് 5 വർഷത്തെ. ഇപ്പം നിങ്ങളെല്ലാവരും ആസ്പിറൻസ് ആണ്, ആർക്കിടെക്ട്സ് ആവണം എന്നുള്ള ആസ്പിറൻസ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും ആർക്കിടെക്ട്സ് ആയതിനു ശേഷം ലൈസൻസ് ലഭിക്കണമെങ്കിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ അടുത്തേക്കാണ് പോവേണ്ടത്. അപ്പോൾ അത്രയും വലിയൊരു ബോഡിയാണ് ആക്ച്വലി നാറ്റ എന്ന് പറയുന്ന ഒരു പരീക്ഷ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാറ്റ ഫസ്റ്റ് നടത്തുന്നത് 2006 2020 തൊട്ടാണ് അതിലെ ഡ്രോയിങ് പാർട്ടൊക്കെ എടുത്ത് മാറ്റി ഒരു പ്യുവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഫ്ലാഷ് ബാക്ക്. അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളിനെ പിരിച്ചിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി ഇത് നാറ്റ 2024 ഒരു ബ്രോഷറിന്റെ കവറാണ്. കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ, കൊള്ളാല്ലേ? തെയ്യം പോലെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ 3 കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. 1, എന്താണ് നാറ്റ എക്സാം എന്നുള്ളത്. 2, പുതിയ നാറ്റ എക്സാമിൻ്റെ പാറ്റേൺ. ആൻഡ് 3, ഫൈനലി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ, എന്താണ് നാറ്റ എക്സാം എന്നും പുതിയ പാറ്റേൺ എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 3ാമത്തെ ചാപ്റ്ററിലേക്ക് റൈറ്റ് നൗ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചാപ്റ്റർ വൈസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ. സോ ബേസിക്കലി നാറ്റ എക്സാം എന്താണ് എന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ 2006 തൊട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. ടെസ്റ്റ് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡാണ്. അതായത് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഡ്രോയിങ് സ്കിൽസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഡിസൈൻ എസ്തെറ്റിക് സെൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് മെയിനായിട്ട് നാറ്റ ടെസ്റ്റ് ചെയ്യാറുള്ളത്. 2006 മുതൽ നടത്താറുള്ള ഒരു എക്സാമാണ്. പ്രധാനമായിട്ട് ഒരുപാട് സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടാണ്, ഞങ്ങൾ എന്തിനാണ് നാറ്റ എഴുതുന്നത്, അല്ലെങ്കിൽ നാറ്റ മാത്രമാണോ ഏതൊരു കോളേജിലേക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്, അപ്പോൾ JEE BARC എന്ന് പറയുന്ന ഒരു എക്സാം എന്തിനാണ് എന്നുള്ള ഡൗട്ടുകളൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഡൗട്ടും കൂടെ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. 3 എൻട്രൻസ് എക്സാംസ് ആണ് മെയിനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ആർക്കിടെക്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റും എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, ഓബിയസ്ലി നാറ്റയാണ്. രണ്ടാമത് വരുന്നത് ഇപ്പം NIT അല്ലെങ്കിൽ SPA പോലത്തെ കോളേജസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എഴുതേണ്ട എക്സാം JEE പേപ്പർ 2 അഥവാ JEE BARC എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, മൂന്നാമതായിട്ട് ഇപ്പം IITസിൽ ആർക്കിടെക്ചർ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സാമാണ് IITയുടെ AAT. ഈ 3 എൻട്രൻസ് എക്സാമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് റൺ കോളേജസ്, ഇപ്പം CET പോലത്തെ കോളേജസ് അല്ലെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ പോലത്തെ കോളേജസ് ഉണ്ട്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ചർ കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ കോളേജസിലൊക്കെ NIT കാലിക്കറ്റ് ഒഴിച്ച് ബാക്കി ഏത് കോളേജിലും കേരളത്തിൽ മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാമാണ് നാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാറ്റ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം ഇതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല ഓരോ സ്റ്റേറ്റുകളിലും ഒരുപാട് ആർക്കിടെക്ചർ കോളേജസ് ഉണ്ട്. NIT അല്ലെങ്കിൽ SPA അല്ലാത്ത IITകളല്ലാത്ത ഒരുപാട് കോളേജസ് ഉണ്ട്. അതിലേക്കെല്ലാം മോസ്റ്റ് ഓഫ് ദി കോളേജസ് എടുക്കുന്ന സ്കോറാണ് നാറ്റയുടെ സ്കോർ. അതുകൊണ്ട് നാറ്റ എന്ന് പറയുന്ന ഒരു എക്സാം ഒരു ആർക്കിടെക്ട് ആസ്പിറന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. ഇനി നാറ്റയെ പറ്റി ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റുന്ന ചില കോളേജസ് അല്ലെങ്കിൽ കയറാൻ പറ്റുന്ന ചില സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് കേരളത്തിലല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് സ്റ്റുഡൻസ്. ഇപ്പോൾ തമിഴ്നാട് ആണെങ്കിൽ TNA എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് ബോഡി ഉണ്ട്. അതിലൂടെ നാറ്റ സ്കോർ വഴി ഒരുപാട് ആർക്കിടെക്ചർ കോളേജസിലേക്ക് കയറാം. ഇപ്പം കർണാടകയിൽ അല്ലാത്ത സ്റ്റുഡൻസിന് വേണമെങ്കിൽ COMEDK എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അല്ലെങ്കിൽ KCET എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് കർണാടകയിൽ. അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു ടോപ്പ് 5 കോളേജസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു 5 എണ്ണമായിരിക്കും പറയുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ ഈസ് സെപ്റ്റ് അഹമ്മദാബാദ്.
വളരെ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറിന് വേണ്ടി തന്നെ എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു ടോപ്പ് 3 സ്കൂൾസിൽ തന്നെ ഓൺ എനി ഗിവൺ ഡേ മോസ്റ്റ്ലി ഒരു ടോപ്പ് 3 ഉണ്ടായിരിക്കും സെപ്റ്റ് അഹമ്മദാബാദ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്, സൂപ്പർ കരിക്കുലം ആൻഡ് അതുപോലെ തന്നെ അത്രയും അടിപൊളിയായിട്ടുള്ള എക്സ്പോഷറാണ് അവരവിടെ കൊടുക്കുന്നത്. സെക്കൻഡ് ഈസ് നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന CET ട്രിവാൻഡ്രം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. തേർഡ് വൺ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് പഠിച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് സർ JJ കോളേജ് ഓഫ് ആർക്കിടെക്ചർ മുംബൈ. ഫോർത്ത് വൺ ഈസ് മണിപ്പാൽ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഉടുപ്പി, കർണാടകയിലുള്ളതാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ദി ലീസ്റ്റ് വളരെ ഓൾഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഫാക്കൽറ്റി എല്ലാവരും ഉള്ള ജാമിയ മിലിയ ഇസ്ലാമിയ ഫ്രം ന്യൂഡൽഹി. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഒരു 5 കോളേജസ് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല, ഒരുപാട് കോളേജസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ദർ ആർ മോർ ദാൻ അറൌണ്ട് 450 കോളേജസ്. നാറ്റയിലൂടെ മാത്രം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള 450 കൂടുതൽ കോളേജസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് സീറ്റ്സ് ഉണ്ട്, 20,000-നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സീറ്റ്സ് ഉണ്ട്. ഇപ്പം ഈ ഒരു 5 കോളേജസ് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം അത്യാവശ്യം നല്ല റാങ്കിങ്, അതുപോലെ തന്നെ NIRF റാങ്കിങ്, ഫെസിലിറ്റീസ്, പ്ലേസ്മെൻറ്റ്സ്, എക്സ്പോഷർ ഇതെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കൂടെ ഇടുന്നുണ്ടായിരിക്കും. ഈ 5 കോളേജസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നിങ്ങൾക്ക് കിട്ടാം. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ ഒരു ഒബ്ജക്റ്റീവ് വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഒരു കോളേജിനെ നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് നമുക്ക് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാം എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറുണ്ട്. നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട് ഒരു കോളേജ് എന്തൊക്കെ ഫാക്ടേഴ്സിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ഫാക്ടറാണ്, എന്നുള്ളൊരു പോയിന്റാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് കണ്ട് കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ ഹലോ ശാന്തമായി പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? കമ്മിങ് ബാക്ക് ടു നാറ്റ. ഇപ്പം നാറ്റയുടെ പുതിയ പാറ്റേണിനെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ബേസിക്കലി 2 പാർട്ടുകളാണുള്ളത്, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എക്ക് ഡ്രോയിങ് ഉണ്ട്, പാർട്ട് ബി ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ്. പാർട്ട് എ എന്ന് പറയുന്നതിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കോമ്പോസിഷൻ ആൻഡ് കളേഴ്സ്, സ്കെച്ചിങ്, 3D കോമ്പോസിഷൻ. 25, 30 മാർക്സിൻ്റെ ടോട്ടൽ വരുന്നത് 80 മാർക്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പാർട്ട് ബി പോവുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ് പാർട്ട് ബിയിലുള്ള 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. MCQs ആണ് എല്ലാം, 2 വ്യത്യസ്ത മാർക്കുകൾ, 2 മാർക്കും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്, 4 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻ 60 മാർക്ക്. എഗെയിൻ ടോട്ടൽ കംസ് ടു ബി 120. അപ്പോൾ ഫുൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ 200 മാർക്സിൻ്റെ തന്നെയാണ് എക്സാം വരുന്നത്. സോ 80 മാർക്സ് പാർട്ട് എ, 120 മാർക്സ് പാർട്ട് ബി. ഡ്രോയിങ്ങിന് വെയിറ്റേജ് കുറവാണ്, 80 മാർക്സ് 40% വെയിറ്റേജ് ആണ് ഡ്രോയിങ്ങിന് വരുന്നത്. ആൻഡ് പാർട്ട് ബി 120 മാർക്സ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 200 മാർക്സിലായിരിക്കും നിങ്ങളുടെ നാറ്റയുടെ എക്സാം വരുന്നുണ്ടായിരിക്കാം. ഇനി നമുക്ക് സാധാരണ ഇതിലിപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ 3 നാറ്റയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റിൽ സെപ്റ്റംബറിന് ശേഷം പിന്നെ ഒരു നാറ്റയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം 3 നാറ്റയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. മാക്സിമം നമുക്ക് എഴുതാൻ പറ്റുന്നത് 3 അറ്റംപ്റ്റുകളാണ് നാറ്റയ്ക്ക്. ബെസ്റ്റ് സ്കോർ ആയിരിക്കും വാലിഡ് സ്കോറായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നാറ്റയ്ക്ക് നമുക്ക് ചെയ്തു തരാനായിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും ബെസ്റ്റ് സ്കോറിനെ തന്നെ വാലിഡ് സ്കോർ ആക്കുക എന്നുള്ളത്. ഇതൊക്കെ എന്ത്? കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞാനിപ്പോൾ 3 നാറ്റ എഴുതിയിരുന്നെങ്കിൽ, കഴിഞ്ഞ വർഷം 3 നാറ്റ എഴുതി കഴിഞ്ഞാൽ ഈ 3 നാറ്റയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഹയസ്റ്റ് 2 സ്കോറിൻ്റെ ആവറേജ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ വർഷം അങ്ങനെയൊന്നുമില്ല. 3 പ്രാവശ്യം ഞാൻ എഴുതി കഴിഞ്ഞാൽ 3 എണ്ണത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണോ അതാണ് എൻ്റെ വാലിഡ് സ്കോർ. 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ 2 എണ്ണത്തിൽ എൻ്റെ ഹയസ്റ്റ് ഏതാണോ അതായിരിക്കും എൻ്റെ വാലിഡ് സ്കോർ. വളരെ സിമ്പിളാണ്, ആലോചിക്കൊന്നും വേണ്ടത്. എഴുതണോ എഴുതണ്ടോ, എഴുതി കഴിഞ്ഞാൽ ആവറേജ് ഔട്ട് ചെയ്തിട്ട് ഇത് കുറയോ അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷൻസ് വേണ്ട. ഐ വുഡ് സ്ട്രേറ്റ് അവേ റെക്കമെൻഡ് എവ്രി വൺ ധൈര്യമായിട്ട് നിങ്ങൾ 3 എക്സാംസ് എഴുതുക. 3 എണ്ണം പ്രിപ്പയർ ചെയ്ത് 3 എക്സാംസ് എഴുതുക. സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മുതലാണ്, ഏപ്രിൽ ടു ജൂലൈ. വാലിഡിറ്റി 2 വർഷമുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാലിഡിറ്റി. കാരണം 11th പഠിക്കുന്ന സ്റ്റുഡൻസിന് പോലും അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടെങ്കിൽ 12th നിങ്ങൾക്ക് വേറൊരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. 11th നിങ്ങൾക്ക് നാറ്റയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ വർഷം തന്നെ നിങ്ങൾക്ക് നാറ്റ എഴുതാം. അത് ഭയങ്കര ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. www.nata.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ വീക്കെൻഡും 6th ഏപ്രിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേസ് ആൻഡ് സൺഡേസ്. സോ നമ്മൾ ഈ ഒരു സെലൂണിലേക്ക് പോകുമ്പോഴോ ഒക്കെ നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യില്ലേ, അപ്പം ബേസിക്കലി അതുപോലെ തന്നെ നമുക്ക് കയറി സ്ലോട്ട് ബുക്ക് ചെയ്യാം. സ്ലോട്ടുകളായിരിക്കും അവൈലബിൾ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ അടുത്തുള്ള കോളേജസിൽ എല്ലാ വീക്കെൻഡിലും ഏപ്രിൽ 6 മുതൽ ജൂലൈ വരെ എക്സാംസ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1, 2, 3 മാക്സിമം 3 സ്ലോട്ട്സാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് നാറ്റയ്ക്കായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ക്രാഷ് ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് പുതിയ ബാച്ചസ് ഇനി വരുന്നത് മാർച്ച് 25 ഏപ്രിൽ 8 നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ബാച്ചസ് ഉണ്ട്. അപ്പം ഓഫ്ലൈൻ ആയിട്ടുള്ള ബാച്ചസ് ആണെങ്കിൽ നമുക്ക് ക്ലാസ് വരുന്നത് 10 o'clock to 4 o'clock വരെ വിത്ത് 1 hour ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ. ഓൺലൈൻ ക്ലാസ്സസ് ആണെന്ന് വെച്ചാൽ 1.5 hours സെഷൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഫുൾ
സിലബസ് ആണ് നമ്മൾ ആ കരിക്കുലത്തിൽ കവർ ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള കരിക്കുലം അനുസരിച്ച് ഇപ്പോൾ ഡ്രോയിങ് ആണെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡും ജനറൽ നോളേജ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അവയർനെസ് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഓൺലൈൻ ബാച്ചസോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ബാച്ചസോ ഏതാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ 8086111055 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദി ഷെഡ്യൂൾ. ഇപ്പോൾ ബേസിക്കലി 1st of March തൊട്ട് ഓൾറെഡി രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6th April തൊട്ടാണ്. പക്ഷേ ഈ വർഷത്തെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഈ വർഷത്തെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചാടി കയറി 6th April എക്സാം തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല. കാരണം കഴിഞ്ഞ വർഷമൊക്കെ 3 നാറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 3 നാറ്റയാണ് മാക്സിമം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം എഴുതണം. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം April 6 മുതൽ എല്ലാ വീക്കെൻഡിലും ജൂലൈ വരെ എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പം എല്ലാ വീക്കെൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ഒരു 10-15 എണ്ണം ഉണ്ട്. 15-നേക്കാൾ എന്തായാലും കൂടുതലുണ്ടായിരിക്കും. എല്ലാ സാറ്റർഡേസും സൺഡേസും 2 സെഷൻസ് ഒക്കെ വെച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഏതാണോ എടുക്കാൻ ആഗ്രഹം എന്നുള്ളത് അത് നോക്കി സെലക്ട് ചെയ്താൽ മതി. സോ നിങ്ങളിപ്പം March 25th തിങ്കിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം 30 ഡേയുടെ ക്രാഷ് ബാച്ചസ് ആണ് നമ്മൾ കറൻ്റ്ലി റൺ ചെയ്യുന്നത്. അപ്പം April 25th വരെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പം May 2 അല്ലെങ്കിൽ May 3 വരുന്ന എക്സാം നിങ്ങൾക്ക് എഴുതാം എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു എക്സാം എഴുതാവുന്നതാണ്. അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്പം തന്നെ തോന്നുകയാണ് ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ എഴുതാൻ റെഡിയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ May 2 വീക്കിൻ്റെ നാറ്റ എക്സാമിന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചും നമ്മുടെ ഇഷ്ടവും നമ്മുടെ കോൺഫിഡൻസിനും അനുസരിച്ച് ആ സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അതാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൽ. അപ്പം എല്ലാ വീക്കെൻഡുകളും ഉണ്ടായിരിക്കും. മാക്സിമം നമുക്ക് 3 അറ്റംപ്റ്റ് ആണ്. ഡാറ്റ സ്കോറിൻ്റെ വാലിഡിറ്റി 2 അക്കാഡമിക് ഇയറിനാണ്. 2 വർഷവും 2 അക്കാഡമിക് ഇയർ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. 2 അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു വർഷവും അടുത്ത വർഷവും. അപ്പോൾ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2024 ഒരു April Mayയിൽ വാലിഡ് ആയിരിക്കും. 2025 അതുപോലെ തന്നെ April Mayയിലും വാലിഡ് ആയിരിക്കും. 2024 മുതൽ 2026 എന്നല്ല, 2 വർഷമല്ല, 2 അക്കാഡമിക് ഇയറിനായിരിക്കും വാലിഡിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഏതൊരു എക്സാം നമ്മൾ എടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ ചാടി കയറി ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതല്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എക്സാമിന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു കൺട്രി ആയിട്ട് ഒപ്പോസ് ചെയ്ത് ഒരു യുദ്ധം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചാടി കയറി മുണ്ടും മുളച്ചു കുത്തി നമ്മൾ യുദ്ധം ചെയ്യാനല്ല പോകേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ എന്തൊക്കെ വെപ്പൺസ് ആണ് ഉള്ളത് എന്നുള്ളത് അറിയണം. ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടിയെട്ടിയ വടി, ബോർഡ്, ആൾരൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ബെസ്റ്റ്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ടൂൾസ് ഷാർപ്പൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ എക്സാമിനെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീഫായിട്ട് സിലബസും കൂടി ഇതിലൊന്ന് നോക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ ഡ്രോയിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡ്രോയിങ്ങിൽ മെയിനായിട്ട് വരുന്നത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസിന് പാർട്ട് എ എന്ന് പറയുന്ന 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവർ കൊടുക്കുന്നത് 90 മിനിറ്റ്സ് ആണ്. ഓക്കെ, 90 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ 3 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ വെയിറ്റേജ് 80 മാർക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ക്വാളിഫയിങ് സ്കോർ ഉണ്ട്. ഇപ്പോൾ സാധാരണ ഇതിൽ നാറ്റയിൽ 200 മാർക്സിൻ്റെ ഒരു എക്സാമാണ് നാറ്റ കഴിഞ്ഞ വർഷം വരെ നടത്താറില്ല. ഈ വർഷം 200 തന്നെയാണ്. കഴിഞ്ഞ വർഷമൊക്കെ 200 മാർക്സിൻ്റെ ഒരു എക്സാം ആണെങ്കിൽ നിങ്ങൾ 70 എങ്കിലും സ്കോർ ചെയ്യണമെന്നാണ്. പക്ഷേ ഈ വർഷം അത് കൂടാതെ ഈ ഓരോ പാർട്ടിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അതായത് പാർട്ട് എ ക്വാളിഫൈ ചെയ്യണം, പാർട്ട് ബി ക്വാളിഫൈ ചെയ്യണം, അത് രണ്ടും കൂടാതെ പിന്നെ ഒരു ടോട്ടൽ ക്വാളിഫയിങ് മാർക്കും കൂടെ വേണം. അപ്പോൾ പാർട്ട് എയുടെ ക്വാളിഫയിങ് സ്കോർ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 20 മാർക്സ്, 80ൽ 20 നമ്മളവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ടോപ്പിക്കുകൾ നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഫസ്റ്റ് വൺ കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷേപ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ സ്കെച്ചിങ് ആണ്. A2 സ്കെച്ചിങ് ഒക്കെ എനിക്ക് തോന്നുന്നു JEBR ഒക്കെ ചെയ്യുന്നവർക്ക് പുട്ടും മുഴ പോലത്തെ സംഭവങ്ങളാണ്. A3 3D കോമ്പോസിഷൻ ആണ്. അപ്പോൾ 3D ഷേപ്സും കൂടെ വെച്ചിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. വളരെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ കേപ്പബിലിറ്റീസ് മെഷർ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് വൺ ഈസ് സ്കെച്ചിങ്. സ്കെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ചെയ്യണം റെഗുലർ ആയിട്ട് ഓൺ എ ഡെയിലി ബേസിസ്, അറ്റ്ലീസ്റ്റ് എവറി ഡേ ടൈമർ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ ഡ്രോയിങ് നമുക്ക് എഫക്റ്റീവായിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിക്കും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് 3D കോമ്പോസിഷൻ. ഓക്കെ, ഇനി പാർട്ട് ബിയിലേക്ക് ഞാൻ വരികയാണെങ്കിൽ പാർട്ട് ബിക്ക് വെയിറ്റേജ് കൂടുതലാണ്. 60% വെയിറ്റേജ് പാർട്ട് ബിക്കാണ് വരുന്നത്. ആപ്റ്റിറ്റ്യൂഡിൻ്റെ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. MCQs തന്നെ 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയാണ് വരുന്നത്. എഗെയിൻ എനിക്ക് കിട്ടുന്ന സമയം സെയിം ആണ്, പക്ഷേ രണ്ടിനും 90 മിനിറ്റ്സ് ആണ് എനിക്ക് കിട്ടുന്നത്. ടോട്ടൽ മാർക്സ് 120. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വാളിഫയിങ് സ്കോർ ഉണ്ട് 30. അപ്പോൾ എത്ര ക്വാളിഫയിങ് സ്കോറായി? എനിക്ക് ആദ്യം പാർട്ട് എയിൽ ഒരു 20 കിട്ടണം 80ൽ, അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഒരു 30 കിട്ടണം 120ൽ. ഇതെല്ലാം കൂടാതെ 70 എന്ന് പറയുന്ന ഒരു കടത്തും കൂടെ ഞാൻ കടന്നാൽ എനിക്ക് സിമ്പിളായിട്ട് കിട്ടും. 70 വളരെ സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് ഒരുപാട് ചോദിക്കാറില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സിലാണെങ്കിൽ പോലും ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ പോലത്തെ ഹൈ ലെവലായിട്ടുള്ള സാധനങ്ങളൊന്നും അവർ ഒരിക്കലും ചോദിക്കാറില്ല. അപ്പം
20 ഔട്ട് ഓഫ് 30, 30 ഔട്ട് ഓഫ് 120 ആൻഡ് 70 ഔട്ട് ഓഫ് ടോട്ടൽ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. നമുക്ക് സെക്കൻഡ് പാർട്ട് ബി എന്ന് പറയുന്ന ചോദ്യങ്ങളിൽ വരുന്നത് ഇപ്പം ജനറൽ നോളജ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അവയർനെസ്. ഇപ്പോൾ ബിൽഡിങ്സ്, ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ട്സിൻ്റെ ബിൽഡിങ്സ്, ആർക്കിടെക്ട്സിൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ബേസിക് ആയിട്ട് അത് എഗെയിൻ MCQs ആണ് അതിൽ വരുന്നത്. സോ നാറ്റയുടെ എലിജിബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അധികം ആൾക്കാരെ അല്ലെങ്കിൽ വളരെയധികം കാൻഡിഡേറ്റ്സിനെ ആക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ് നാറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നാറ്റയ്ക്ക് ഒരു ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നില്ല. മിനിമം ഇത്ര ഏജ് വേണമെന്നോ അല്ലെങ്കിൽ മാക്സിമം ഇത്ര ഏജ് വേണമെന്നോ എന്നുള്ളൊരു ക്രൈറ്റീരിയ നാറ്റ ഒരിക്കലും പറയുന്നില്ല. നമ്മൾ 4 പേരും കൂടി ഒരുമിച്ച് വീണ്ടും പഠിക്കാൻ പോകുന്നു. പക്ഷേ 11th അല്ലെങ്കിൽ 12th പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനാണെങ്കിൽ മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിപ്ലോമ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും മാത്സ് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 10+3 ഡിപ്ലോമയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ മാത്സും കൂടെ അതിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് നാറ്റയുടെ എലിജിബിലിറ്റിയാണ്. ഇത് നാറ്റ എന്ന് പറയുന്ന പരീക്ഷ എഴുതാനുള്ളൊരു എലിജിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഒന്നും കൂടെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് ഇപ്പം മാർച്ചിൽ 11th സ്റ്റാൻഡേർഡിൻ്റെ ബോർഡ് എക്സാംസ് എഴുതിയിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കും എപ്പിയർ ചെയ്യാവുന്നതാണ്. നാറ്റ എന്ന് പറയുന്ന എക്സാമിൽ നിങ്ങൾക്ക് എപ്പിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഇതിൽ പലപ്പോഴും എലിജിബിലിറ്റി ഫോർ നാറ്റ നമുക്ക് ഭയങ്കര ക്ലിയർ ആണ്, ഭയങ്കര സിമ്പിളാണ്. എലിജിബിലിറ്റി ഫോർ BRക്ക് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പലരും ശ്രദ്ധിക്കാതിരിക്കുക. കാരണം അൾട്ടിമേറ്റ്ലി നാറ്റ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ആർക്കിടെക്ചറിന് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്, അല്ലേ? അപ്പം ഞാൻ ആർക്കിടെക്ചറിനും കൂടെ എലിജിബിൾ ആയിരിക്കണം. ഇന്ത്യയിൽ ആർക്കിടെക്ചർ പഠിക്കാനും കൂടെ എലിജിബിൾ ആണെങ്കിലേ പിന്നെ ഞാൻ നാറ്റ എഴുതിയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചറിൻ്റെ എലിജിബിലിറ്റി വരികയാണെങ്കിൽ ഇതിപ്പം കറൻ്റ്ലി അണ്ടർ റിവ്യൂ ആണ്, എപ്രൂവ് ആയിട്ടില്ല. എന്നാണോ ഇത് എപ്രൂവ് ആവുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആസ് ഓഫ് നോ അവർ പറയുന്നത് സ്റ്റുഡൻറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 10+2 വിത്ത് 50% ഇൻ PCM. അതായത് ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ PCMൽ മാത്രമായിട്ട് 50%, അതുകൂടാതെ ടോട്ടൽ എഗ്രിഗേറ്റിലും 50% വേണം. ഇതാണ് ഒരു ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അവർക്ക് മാത്സ് പഠിച്ചിട്ടുണ്ടാവണം, പ്ലസ് ടോട്ടൽ എഗ്രിഗേറ്റ് 50% ആയിരിക്കണം. ഇതാണ് ക്രൈറ്റീരിയ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അണ്ടർ റിവ്യൂ ആണ്. ഓക്കെ, ഇപ്പം കറൻ്റ്ലി അണ്ടർ അപ്രൂവലിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എപ്പോഴാണോ ഇത് ക്ലിയർ ആയിട്ട് വരുന്നത് ഒരു നോട്ടിഫിക്കേഷൻ നാറ്റയുടെ വെബ്സൈറ്റിലും വരും, തിങ്കിൻ്റെ യൂട്യൂബ് ചാനലിലും കൂടെ നമ്മളൊരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, മൊത്തത്തിൽ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയ ഒരു അവസ്ഥയാണെങ്കിൽ പപ്പുവിൻ്റെ അവിടെ നിന്ന് ഞാൻ നിങ്ങളെല്ലാവരും രക്ഷപ്പെടുത്താം. സോ ഭയങ്കര സിമ്പിളായിട്ട് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നാറ്റ എഴുതാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 11th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് വിത്ത് PCM. ഓക്കെ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നാറ്റ എഴുതണമെങ്കിൽ ഡിപ്ലോമ സ്റ്റുഡൻസ് ആണെങ്കിൽ വിത്ത് മാത്തമാറ്റിക്സ് ആയിരിക്കും, ഫിനിഷ്ഡ്. ഇനി നമ്മൾ അഡ്മിഷൻ ടു BRക്കിൻ്റെ ക്രൈറ്റീരിയ എടുക്കുകയാണെങ്കിൽ 10+2 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന 3 സബ്ജക്റ്റോടെ കമ്പൈൻ ചെയ്യുമ്പോൾ 50% വേണം. ഡിപ്ലോമ വിത്ത് മാത്സ് പഠിക്കണം. BRക്ക് പഠിക്കുന്നതിനുള്ള അഡീഷണൽ ക്രൈറ്റീരിയ ഏത് കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണ്, ഏത് സ്ട്രീം നിങ്ങൾ പഠിക്കുകയാണെങ്കിലും 50% വേണം എന്നുള്ളതാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ദീസ് ആർ ഓൾ പ്രപ്പോസൽ ഫോർ അമെൻമെൻറ്റ്. അപ്പോൾ BRക്കിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് വൈകാതെ തന്നെ നെക്സ്റ്റ് കമ്മിങ് വീക്സിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ഡിക്ലെയർ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കഴിഞ്ഞ 5 വർഷമായിട്ട് കീം BRക്കിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് കീം BRക്ക് എന്ന് അറിയാത്ത സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കീം BRക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കേരളത്തിൽ സെൽഫ് ഫിനാൻസിംഗ് ആയിട്ടുള്ള ആർക്കിടെക്ചർ കോളേജസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജസിൽ ആർക്കിടെക്ചറിന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാറ്റ എഴുതണം. അപ്പോൾ 2 കാര്യങ്ങളാണ് അതിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് നാറ്റ നിങ്ങൾ എന്തായാലും എഴുതണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കീമിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൽ നാറ്റയുടെയും അതുപോലെ തന്നെ നമ്മുടെ 12th സ്റ്റാൻഡേർഡിലെയും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് കേരളത്തിലെ കീം ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരുന്നത്. അപ്പോൾ നാറ്റ എഴുതി നാറ്റ ക്വാളിഫൈ ആവണം കേട്ടോ. നാറ്റ എഴുതിയാൽ മാത്രം പോരാ, നാറ്റ എഴുതി ക്വാളിഫൈ ആവുകയും അതുപോലെ തന്നെ കീമിൽ ആർക്കിടെക്ചറിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. വരുന്ന കുറച്ച് ദിവസങ്ങളിലുള്ളിൽ തന്നെ കീമിൻ്റെ പ്രോസ്പെക്ടസ് വരുന്നതായിരിക്കും. കീമിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. എഞ്ചിനീയറിംഗ് ഉണ്ട്, ഫാർമസി ഉണ്ട്, മെഡിസിൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോഴ്സാണ് ആർക്കിടെക്ചർ. അപ്പോൾ ആർക്കിടെക്ചറിനും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഈ 2 കാര്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് നാറ്റ, കീം BRക്ക് ഇതിന് 2നും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നാറ്റയിൽ നല്ല മാർക്ക് വാങ്ങി 12th സ്റ്റാൻഡേർഡിലെ മാർക്ക് ലിസ്റ്റും കൂടെ കീം BRക്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനൊരു പെർട്ടിക്കുലർ ഫോർമുലയൊക്കെ ഉണ്ട്, ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫോർമുലയൊക്കെ ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഇൻഡെക്സ് സ്കോർ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻഡെക്സ് സ്കോർ കിട്ടുന്ന സ്റ്റുഡൻറ്റിനാണ്
ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് 5 years ആയിട്ട് തിങ്കിലെ സ്റ്റുഡൻസ് ആണ് ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കീം ബി ആർക്കും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, കീം ബി ആർക്ക് പല സാഹചര്യങ്ങളിലും നോട്ടിഫിക്കേഷനിൽ പറയാറുണ്ട് ഇപ്പം ജൂൺ 30 അല്ലെങ്കിൽ ജൂൺ 15 തന്നെ നിങ്ങൾ നാറ്റ ക്വാളിഫൈ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു ഡേറ്റും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ട്, നാറ്റ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു April 6 മുതൽ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നാറ്റ എഴുതാം. ഓക്കെ, പക്ഷേ അതൊരു ജൂലൈ 15 ജൂലൈ 30 പോയി എഴുതരുത് നാറ്റ എക്സാം. കാരണം ചിലപ്പം കീം പറയും ജൂൺ 30 സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്യൂ നാറ്റയുടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജൂലൈ എഴുതുന്ന എക്സാംസ് വാലിഡ് ആവോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഡേറ്റുകൾ നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഇത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്, കഴിഞ്ഞ വർഷത്തെ കീമിൻ്റെ ബ്രോഷറിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് 30 ജൂൺ 2023 എന്ന് വെച്ചാൽ ഈ വർഷം അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കുകയാണെങ്കിൽ ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ക്വാളിഫൈ നാറ്റ ഓൺ ഓർ ബിഫോർ 30th ജൂൺ 2023. അപ്പം 30th ജൂണിനുള്ളിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം എന്നാണ്. ഇത് ഈ വർഷം ആകുമ്പോൾ ചിലപ്പോൾ 15th ജൂൺ ആവാം, ചിലപ്പോൾ ജൂലൈ 31 ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വരണമെങ്കിൽ കീമിൻ്റെ പ്രോസ്പെക്ടസ് നിന്ന് ഞാൻ എടുത്തൊരു പ്രിന്റ് സ്ക്രീനാണിത്. ഓക്കെ, അപ്പോൾ അത് വരുന്നവർ വെയിറ്റ് ചെയ്യുക. ആ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കീം ബി ആർക്കിന് എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം. നാറ്റിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് വർക്കൗട്ട് ആവില്ല. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, 1st മാർച്ചിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6th April തൊട്ടാണ് നമുക്ക് എക്സാംസ് വരുന്നത്. എക്സാമിനേഷൻസ് ഓൾ വീക്കെൻഡ് എന്നാണ് പറഞ്ഞത്. എല്ലാ വീക്കെൻഡിലും, എല്ലാ സാറ്റർഡേസ് ആൻഡ് സൺഡേസ് April to July നിങ്ങൾക്ക് മാക്സിമം 3 അറ്റംപ്റ്റ് ആണ് ചെയ്യാൻ പറ്റുക. ഞാൻ ഐ വുഡ് അഡ്വൈസ് എവ്രി വൺ 3 പ്രാവശ്യം ധൈര്യമായിട്ട് നിങ്ങൾ എഴുതുക, 3 നാറ്റ അറ്റംപ്റ്റുകൾ എഴുതുക. ചാടിക്കയറി April 6 തന്നെ എഴുതണം എന്നില്ല. കാരണം April 6 ആരെങ്കിലൊക്കെ എഴുതി, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എഴുതി കഴിഞ്ഞാൽ അവരോടൊക്കെ ഒന്ന് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളൊരു ഹാങ് എക്സാമിനെ പറ്റി കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ചാടിക്കയറി യുദ്ധത്തിന് പോവുക എന്നുള്ളതല്ല, യുദ്ധത്തിന് മുന്നേ അവൻ്റെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ നാറ്റ സ്കോർ വാലിഡ് ആണ്. 11th പഠിക്കുന്ന സ്റ്റുഡൻസിന് പോലും എനിക്ക് തോന്നുന്നു ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴേ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. വളരെ റെയർ ആയിട്ടുള്ള എക്സാംസിന് മാത്രമേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, അതായത് വാലിഡ് സ്കോർ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ ഉണ്ടാകുന്ന വളരെ ചുരുക്കം എക്സാംസേ ഇന്ത്യയിലുള്ളൂ. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾ എത്ര പ്രാവശ്യമാണോ എഴുതുന്നത്, ഒരു പ്രാവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഫീ, 3 പ്രാവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുക. അതൊക്കെ നോക്കി തന്നെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫയിങ് മാർക്സ് 3 ക്രൈറ്റീരിയ ആണല്ലേ, 3ഉം ആൻഡ് ആണ്. അതായത് പാർട്ട് എ ക്വാളിഫൈ ചെയ്ത് ആൻഡ് പാർട്ട് ബി ക്വാളിഫൈ ചെയ്ത് ആൻഡ് മൊത്തം നാറ്റ എക്സാം ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ പാർട്ട് എയിൽ ഡ്രോയിങ് മാത്രം വരുന്നതിൽ 20 മാർക്സ്, പാർട്ട് ബി ആപ്റ്റിറ്റ്യൂഡിൽ 30 മാർക്സ്, ഓവറോൾ നാറ്റ സ്കോർ 70 വേണം. ഓക്കെ, പിന്നെ ഇഫ് എ കാൻഡിഡേറ്റ് ടേക്സ് മൾട്ടിപ്പിൾ ടെസ്റ്റ് ഹയസ്റ്റ് സ്കോർ ആയിരിക്കും വാലിഡ് സ്കോർ. 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ 3 ഏറ്റവും ഹയസ്റ്റ് ആണോ കിട്ടുന്നത് അതായിരിക്കും വാലിഡ് സ്കോർ. ഇനി വേണ്ട, നിങ്ങൾക്ക് 2 പ്രാവശ്യം എഴുതുന്നുണ്ട്, നിങ്ങൾ അത്ര സൂപ്പർ കോൺഫിഡൻ്റ് ആണ് ഞാൻ 2 പ്രാവശ്യം എഴുതിയിട്ട് അതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്നുള്ളൊരു ഇതാണെങ്കിൽ അതിലും ഹയസ്റ്റ് സ്കോർ തന്നെ. ഒരൊറ്റ പ്രാവശ്യം എഴുതുന്നുള്ളതെന്ന് വെച്ചാൽ അതിലും ആ ഒരു സ്കോർ തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ എന്നാലും 3 പ്രാവശ്യം എഴുതുന്നത് നന്നായിരിക്കും. ഇതൊരു എക്സാമ്പിളാണ്. മാൻസി തിങ്കിൻ്റെ ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം, കർണാടകയിലെ ഫസ്റ്റ് റാങ്കറാണ്. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മൾ 3 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ ഹയസ്റ്റ് കിട്ടുന്ന 2 സ്കോർസിൻ്റെ ആവറേജ് എടുക്കും. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു ടെസ്റ്റ് ഉണ്ട്, ഞാനിത് 2 പ്രാവശ്യം എഴുതണം 3 പ്രാവശ്യം എഴുതണം, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം കഴിഞ്ഞ വർഷം. പിന്നെ 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ അതിൽ ഹയസ്റ്റും, 1 പ്രാവശ്യം എഴുതിയ ആ ഒരു മാർക്കും. അപ്പം മാൻസി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് 1 എഴുതിയില്ല. ഓക്കെ, കാരണം കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഫസ്റ്റിൻ്റെ ഒരു ഐഡിയക്ക് കിട്ടിയതിന് ശേഷം 2nd 3rd എഴുതാമെന്ന് വിചാരിച്ചു. 2nd എഴുതിയപ്പോഴാണ് ഏറ്റവും സൂപ്പർ മാർക്ക് കിട്ടിയത് 158, 3rd എഴുതിയപ്പോൾ 144 ആണ് കിട്ടിയത്. എന്നിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് 158 ആണ് അവർ മാർക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും. അതായത് 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ 158 തന്നെയായിരിക്കും. പക്ഷേ 3ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ്സ് എസ്യൂം ദാറ്റ് ഷീ റോട്ട് 3rd ടൈം. ഇപ്പോൾ 151 ആണ് ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം എത്രയായിരിക്കും? 158 തന്നെയായിരിക്കും സ്കോർ. അല്ല, മറിച്ച് 151 പകരം ഇപ്പോൾ 159 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 159 ആയിരിക്കും വാലിഡ് ആയിട്ടുള്ള സ്കോർ. അപ്പോൾ ബേസിക്കലി നമ്മൾ എഴുതുന്ന എക്സാംസിൽ ഏറ്റവും ഹയസ്റ്റ് എത്രയാണ് കിട്ടുന്നത് അതാണ് നാറ്റയുടെ ഈ വർഷത്തെ വാലിഡ് ആയിട്ടുള്ള സ്കോർ. ഓക്കെ, ഇനി തിങ്കിൻ്റെ ബാച്ചസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൺലൈൻ ബാച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ബാച്ചസ്, അതായത് ഓഫ്ലൈൻ ക്ലാസ്സസ് പ്ലസ് ഓൺലൈൻ ആയിട്ടുള്ള ആഡ് ഓൺസ് ക്ലാസ്സസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 o'clock to 4 o'clock വരെയാണ്. 30 day ബാച്ചസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിലാണ്. ഓൺലൈൻ ആണെങ്കിൽ 7 o'clock to 8:30 ആണ് നമ്മുടെ സെഷൻസ് വരുന്നത്. തിങ്കിൻ്റെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കാലിക്കറ്റ്, കോട്ടക്കൽ, ഇത്രയും ബ്രാഞ്ചസിലാണ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉള്ളത്. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇരുന്ന് കാണാം. റിപ്പീറ്റഡ് ആയിട്ട് ലൈവുകളെല്ലാം പിന്നീട് റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ്. എന്തൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പം ഇതാണ് നാറ്റയുടെ ഒരു സമ്മറി. ഓക്കെ, നാറ്റയുടെ വെബ്സൈറ്റ് ഞാൻ എല്ലാം പറഞ്ഞിട്ട് നാറ്റയുടെ വെബ്സൈറ്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കോമഡി ആയിപ്പോകും. നാറ്റയുടെ വെബ്സൈറ്റ് ഇതാണ്.
ബെസ്റ്റ് ഓഫ് 3 അറ്റംപ്റ്റ്സ് ആണ്. മാക്സിമം നമുക്ക് 3 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റുഡൻറ്റിന് മാക്സിമം 3 അറ്റംപ്റ്റ് പറ്റുള്ളൂ. ബെസ്റ്റ് സ്കോർ ഔട്ട് ഓഫ് ഓൾ 3 അറ്റംപ്റ്റ്സ്, വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 2 years. എക്സാംസ് വരുന്നത് വീക്കെൻഡിൽ April to July. ഇപ്പോൾ നാറ്റയുടെ പുതിയ പാറ്റേൺ എന്താണ്, നാറ്റയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നാറ്റ എന്ന് പറയുന്ന എക്സാം എന്തൊക്കെയാണ്, ഈ 2 പോർഷൻസാണ് നമ്മളിപ്പം നോക്കി തീർന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നാറ്റ രജിസ്ട്രേഷനാണ്. നാറ്റ രജിസ്ട്രേഷൻ വേണ്ടി നാറ്റയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. www.nata.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റൈറ്റ് ടോപ്പ് കോർണറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ കാണാം. ഒന്ന് നാറ്റ ബ്രോഷർ, അടുത്തത് ബട്ടൺ നാറ്റ 2024 രജിസ്ട്രേഷൻ. അതിൽ നാറ്റ ബ്രോഷറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു യുദ്ധത്തിനും പോകുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ നോക്കിയിരിക്കേണ്ട A to Z പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം നാറ്റ ബ്രോഷറാണ്. ബ്രോഷർ ഓൾറെഡി സമ്മറൈസ് ചെയ്തിട്ടാണ് കേട്ടോ ആക്ച്വലി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കൂടാതെ എന്നാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഇനി നാറ്റ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഞാൻ പോവുക ലോഗിൻ അല്ലെങ്കിൽ സൈനപ്പ് എന്ന് പറയുന്നൊരു പോർഷനിലാണ്. ലോഗിൻ അല്ല നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമായിട്ടാണ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് സൈനപ്പ് ക്ലിക്ക് ചെയ്യാം. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യുമ്പം ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ലോഗിൻ ഒക്കെ ചെയ്യണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. കാരണം എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ, ക്ലാരിഫിക്കേഷൻസ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിനോ നാറ്റയ്ക്കോ ഉണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ഇമെയിൽ ഐ ഡിയിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, എന്തെങ്കിലും ഒരു കാര്യത്തിന് OTP അങ്ങനെ സംഭവങ്ങൾക്ക് വരുന്നുണ്ടാവുക ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും. ഒരുപാട് പ്രാവശ്യം ഞാൻ സ്റ്റുഡൻസിൻ്റെ കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മൊബൈൽ നമ്പർ ആക്റ്റീവേ ആയിരിക്കില്ല. വെറുതെ ഒരു നമ്പർ ഏതെങ്കിലും ഒരെണ്ണെടുത്ത് കൊടുക്കും, അതിലേക്ക് ഇൻകമിംഗ് കോളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻകമിംഗ് മെസ്സേജസ് വരാത്ത നമ്പറൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്യൂസാണ്. കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തും കൂടെ വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സൈനപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സമ്മറി പോലെ വരും, നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ഒരു മെയിലിലേക്കൊക്കെ ഡീറ്റെയിൽസ് എല്ലാം വരും. ആ പാസ്വേഡും ഇമെയിൽ ഐ ഡിയും എല്ലാം യൂസ് ചെയ്തിട്ടാണ് പിന്നീട് വീണ്ടും വെബ്സൈറ്റിൽ പോയി നാറ്റ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പോർഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ലോഗിൻ എന്ന് പറയുന്ന പോർഷനിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും സെക്യൂരിറ്റി കോഡും അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ള നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കാര്യങ്ങളാണ്. ഒന്ന് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് 10th 11th അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ കൊടുക്കുക, ഒരു പ്രിവ്യൂ കാണാം, നമുക്ക് എല്ലാം കഴിഞ്ഞ് ഫോം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാണാം. ഏറ്റവും അവസാനം സെൽഫ് ഡിക്ലറേഷനും പേയ്മെൻറ്റും. അതിനുശേഷമാണ് നമ്മൾ ടെസ്റ്റ് സെൻറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഈ 7 കാര്യങ്ങളായി നമുക്ക് നാറ്റയുടെ എക്സാമിനേഷൻ രജിസ്ട്രേഷനായിട്ട് നമുക്ക് ഈ വർഷം ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ഓൾറെഡി മെയിലായിട്ടും ഇൻഫർമേഷനൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് പോവാം. അതിനുശേഷം അഡ്രസ്സ്, സെക്കൻഡ് പോർഷനിൽ അഡ്രസ്, പ്ലേസ് ഓഫ് റെസിഡൻസ് എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യാം. അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇപ്പം 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടുള്ളത്, ക്ലാസ് 11th or above എന്നുള്ള ഡീറ്റെയിൽസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പിയർഡ് ആണ്, അതായത് 12th സ്റ്റാൻഡേർഡ് നിങ്ങൾ എപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പിയറിങ്ങും പാസ്റ്റുമായിട്ടുള്ള, ഇപ്പം ഓൾറെഡി കഴിഞ്ഞ വർഷം 12th ക്ലിയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കറൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ എപ്പിയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പിയറിംഗ് എന്ന് പറഞ്ഞിട്ടും മെൻഷൻ ചെയ്യാവുന്നതാണ്. ബോർഡിൻ്റെ ഏത് ബോർഡ് എക്സാം ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. സ്ട്രീം ഏതാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൊടുക്കുക. ഒബ്റ്റെയിൻഡ് മാർക്സ്, ടോട്ടൽ മാർക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഈ ഒബ്റ്റെയിൻ മാർക്സ് ഒക്കെ കൊടുക്കുമ്പം ചില സ്റ്റുഡൻസിനൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പം ഗ്രേഡ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, A+A, B+B അങ്ങനെ സ്റ്റേറ്റ് സിലബസിലൊക്കെ ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ A+ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് നോക്കുക. അപ്പോൾ സാധാരണ ഇതിൽ A+ എന്ന് പറഞ്ഞാൽ 90 to 100 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 90 അല്ലെങ്കിൽ ഒരു ആവറേജ് ഒക്കെ എടുത്താൽ 95 അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഈ മാർക്കല്ല ഒരിക്കലും കീമിൽ അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കീമിൽ അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന 12th സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെയാണ്. അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും വേണ്ട. ടോട്ടൽ മാർക്സ് എത്രയാണ്, പക്ഷേ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിങ്ങൾക്ക് എത്രയാണ് മാർക്സ്, എഗ്രിഗേറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഫോട്ടോ സിഗ്നേച്ചർ, ഫോട്ടോയ്ക്കും സിഗ്നേച്ചറിനും ഒക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും വെബ്സൈറ്റിൽ, ഫ്രീ വെബ്സൈറ്റ്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് റീസൈസ് ചെയ്യാനുള്ള വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആ വെബ്സൈറ്റിൽ റീസൈസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പ്രിവ്യൂ കിട്ടും. അപ്പം ഈ ഒരു പോയിന്റിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും തന്നെ ക്രോസ് ചെക്ക് ചെയ്യിപ്പിക്കുക. വീട്ടിൽ പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെക്ക് ചെയ്യിപ്പിക്കുക. നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം. അതിനുശേഷം നമ്മൾ ഡിക്ലറേഷനും പേയ്മെൻറ്റിലേക്കും പോവുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ 3 ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് പിന്നീട് 2 ലാസ്റ്റ് എക്സാം നമ്പർ 2ഉം എക്സാം നമ്പർ 3ഉം നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഡേറ്റ്സ് ഡിസൈഡ് ചെയ്യാം. അല്ല വേണ്ട, നിങ്ങൾക്കിപ്പോൾ ഒരെണ്ണമാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്ലൈ ഫോർ സിംഗിൾ ടെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിനൊരു ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റ് ആസ് ഓഫ് നോ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നീട് വന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ.
ഇനി ഇതുപോലെ തന്നെ നാറ്റ് രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കീം ബി ആർക്കിന് വേണ്ടിയും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. കീമിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല, വരുമ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ അതിന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീമിന് ഒരു ലാസ്റ്റ് ഡേറ്റും കൂടെ ഉണ്ടായിരിക്കും. ബിഫോർ ദിസ് പെർട്ടിക്കുലർ ഡേ നിങ്ങൾ നാറ്റ ക്വാളിഫൈ ആവണം എന്ന് പറയുന്നുണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതിന് മുന്നേ തന്നെ നാറ്റയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ പല രീതികളിലായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു സമ്മറി ആയിട്ട് കിട്ടും. അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. ഒരു കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നാറ്റയെ പറ്റി പറയാനുണ്ടായിരുന്നത്. വളരെ സിംപ്ലർ ആയിട്ടുള്ള കുറച്ചും കൂടെ ജെനുവിൻ ആയിട്ടുള്ള ഇപ്പോൾ ഡ്രോയിങ് പോലത്തെ ക്വസ്റ്റ്യൻസും കൂടെ വന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ കഴിവ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു പാറ്റേണിലേക്കാണ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നാറ്റയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി സീസ് ചെയ്യുക. സ്പെഷ്യലി ഇപ്പോൾ 11th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ എഴുതാം. 30 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സസ് ഉണ്ട്. ഈവൻ ഓൺലൈനിലായിട്ട് പഠിച്ചിട്ട് പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ നമ്പറും കൂടെ ഇവിടെ ഷെയർ ചെയ്ത് തരാം. 8086111024. ഓക്കെ, വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നാറ്റയെക്കുറിച്ചോ കീം ബി ആർക്കിനെ കുറിച്ചോ എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈവൻ കീം ബി ആർക്കിലൂടെ കയറാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജസ് ഏതാണെന്നോ, ഈവൻ ചില സ്റ്റുഡൻസ് ഇപ്പം കൺഫ്യൂസ്ഡ് ആയിട്ട് വിളിക്കും. കരിയർ കൗൺസിലിംഗ് സ്റ്റേജിൽ ഞങ്ങൾക്ക് ആർക്കിടെക്ചർ എടുക്കണമെന്നുണ്ട്, എന്താണ് സ്കോപ്പ് എന്നുള്ളത് അറിയില്ല. അങ്ങനത്തെ എന്ത് തരത്തിലുള്ള ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദി സെഷൻ വാസ് യൂസ്ഫുൾ. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. സോ until we see in the next session, thank you everyone, and this is a big thanks from the Think Backend team also. Thank you.